നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഓട്സിൻ്റെ ഒരു റെസിപ്പി, ഓട്സും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റെസിപ്പി നോക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്നാണ്. പക്ഷേ ആകെ ഇവിടെ നമുക്കുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറുപയറിനെ നമ്മൾ ഒരു 2 hours സോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 2 hours സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന്. ഇതാ ചെറുപയറാണ് ഇവിടെ സോക്ക് ചെയ്ത് നല്ലതായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്ക് ഓട്സ് ആകുമ്പോൾ നമുക്കറിയാലോ ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓട്സ് എല്ലാം നമ്മൾ എപ്പോഴും ഇങ്ങനെ പാലിലൊക്കെ കുടിച്ച് കഴിഞ്ഞുണ്ടല്ലോ നമുക്കൊരു എന്താ പറയുക ഒരു മടുപ്പൊക്കെ നമുക്ക് അതിനോട് തോന്നും. അപ്പോൾ നമ്മളതിന് ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഓട്സ് പുട്ട്, ഓട്സ് ഉപ്പുമാവ്, ഓട്സ് ദോശ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും. എന്നും ഒരേപോലെ കഴിച്ചാൽ എനിക്കിത് ഇഷ്ടമില്ല. അപ്പം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരേ സാധനം തന്നെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ. അപ്പം നമ്മളിതിനൊന്ന് മാറ്റി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ദോശ സ്റ്റൈലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ കപ്പ്, നല്ലൊരു കപ്പ് ഓട്സ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 2 hours കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മിക്സിയിലോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ അരയ്ക്കുന്നതിലോട്ട് പോകാം. ഓക്കെ, പോകണേ. അപ്പം ഇനി അരയ്ക്കാൻ ഓട്സ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക, പയറിടുക, പിന്നെ 2 പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ ഇട്ട് കാണിച്ചു തരാമേ. കണ്ടോ, ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചിടുന്നത്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓട്സും അതിനകത്ത് പയറും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സവാളയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അരയ്ക്കുമ്പോഴല്ല നമ്മൾ സവാള ഇടുന്നത്. ഇത് നമ്മൾ ആദ്യം ഇതൊന്ന് ഇപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഓട്സ് ഇട്ടു, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു, കണ്ടോ, പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഇത് ചേർത്ത് വേറെ ഒന്നും വെള്ളം ഒഴിക്കുന്നില്ല. ഇത് അത്യാവശ്യം വെള്ളമാണ്. അപ്പോൾ നമുക്കൊന്ന് അരച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ ദോശയുടെ ബാറ്റർ അനുസരിച്ച് വേണം നമ്മളിതിനെ എടുക്കാൻ. അപ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണേ. അതിനകത്തോട്ട് ഞാനൊരു മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തേ ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത് മാവ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ട ഒത്തിരി വലുതാക്കി എടുക്കുന്നില്ല ഞാൻ. ഈ ഒരു ഷേപ്പ് ഈ ഒരു ഇതിലെടുക്കും. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ഇനി വേണം നിങ്ങൾക്ക് ഇത് ഒരു ഭാഗം കുറച്ച് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യും ഒക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നെയ്യൊന്നും ഇടുന്നില്ല. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇനി തിരിച്ചും കൂടെ ഇട്ടൊന്ന് ചൂടാക്കി നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ആക്കി എടുക്കുകയാണ്. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. നമുക്ക് ഓട്സും നമ്മുടെ ചെറുപയറും ഒക്കെയാണ് കണ്ടമാനം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കാം. വെയിറ്റ് ലോസിന് നല്ലതാണ്. കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പ് എന്നുള്ളൊരു ഫീൽ വരത്തതേ ഇല്ല. എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഫീൽ നമുക്ക് വരത്തതേ ഇല്ല. നമ്മൾ നമ്മൾ 2 3 ദോശ കഴിച്ച് വെച്ചാൽ നമുക്ക് ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. ചമ്മന്തി ആണെങ്കിൽ അത് ഹെൽത്തി അല്ല. നമ്മൾ അതിനകത്ത് പിന്നെയും നമ്മൾ കോക്കനട്ട് അല്ലേ, നമ്മൾ തേങ്ങ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് സാമ്പാറൊക്കെ യൂസ് ചെയ്ത് കഴിക്കാം. പക്ഷേ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു എരിയും അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ ഉള്ളി ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഏതായാലും ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ പോരെ. ഇനി നിങ്ങൾക്ക് ഉള്ളി ഇങ്ങനെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓണിയൻ ദോശയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് വരും. ഞാൻ പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നതാണ് ഇട്ട് കഴിക്കാൻ എനിക്കിഷ്ടം. സോ ഞാൻ അങ്ങനെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമോ അങ്ങനെ ചെയ്തോളുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ദോശ നന്നായിട്ട് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമ്മളതിനെ തിരിച്ചിടുക. കണ്ടോ, നല്ലതായിട്ട് മുരിച്ചെടുക്കണം. ചെറു തീയിലിട്ടാണ് ഞാൻ ഇതിനെ മുരിച്ചെടുക്കുന്നത്. നെയ്യൊക്കെ പെറ്റ് നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻസിലൂടെ. അപ്പോൾ നമ്മൾ തിരിച്ചും ഇട്ടിട്ടുണ്ട്. എല്ലാം 2 സൈഡും ഒരുപോലെ നല്ലതായിട്ട് മൊരിച്ചെടുക്കണം. ഞാൻ ഒരു കൈ ക്യാമറയും വെച്ചിട്ടാണ് എടുക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്, ഷേപ്പ്ലെസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാവരും ചെയ്തെടുത്ത് ട്രൈ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഹെൽത്തി ഫുഡാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് നീട്ടുന്നത്. സോ നമുക്ക് ഹെൽത്തി ഫുഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. സോ ഹെൽത്തി ഫുഡ് ലീഡ്സ് ഹെൽത്തി ലൈഫ് എന്നാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ചില്ല. നമ്മൾ ഇട്ടേക്കുന്നത് ഓട്സാണ്, പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് മുട്ടയാണ്, പിന്നെ നമ്മൾ ചെറുപയറാണ്. ഇതെല്ലാം നമുക്ക് ഹെൽത്തിയാണ്. ഇതെല്ലാം നമ്മൾ ഇട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കുക. സോ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ കൂടെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. സോ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.